ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചറാണ് കേട്ടോ. സ്ട്രോബെറി എങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു A4 ഷീറ്റ് എടുത്ത് അതിൽ ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് ഈ പിക്ചർ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ബ്ലാക്ക് ജെൽ പെൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ ചിത്രമെല്ലാം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ മുഴുവനായിട്ടും ഒന്ന് വരച്ചെടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഉപകാരമുള്ളതുമായ പിക്ചറാണ് ഞാൻ ഇന്ന് വരക്കുന്നത്. ഞാൻ ഈ പിക്ചർ കളർ ചെയ്യാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ ചിത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് പെയിൻറ് ചെയ്തെടുക്കുക എന്നതാണ്. അതിന് ആദ്യം തന്നെ ഞാൻ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പെയിൻറ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രെയിം ഒന്ന് മുഴുവനായിട്ടും പെയിൻറ് ചെയ്തെടുക്കണം. ബ്ലൂ കളറിൻ്റെ ഓരോ ഷെയ്ഡ്, ഡാർക്ക് മുതൽ ലൈറ്റ് ഷെയ്ഡ് വരെയുള്ള ഷെയ്ഡ് ഉപയോഗിച്ച് മൊത്തം ഈ പേപ്പർ നമുക്ക് ഫുള്ളായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലീഫും അതിന് ചേർന്ന് കിടക്കുന്ന ഈ കൊമ്പുകളും ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതിന് ആദ്യം തന്നെ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ എടുത്ത് ഇതുപോലെ ലീഫിലും ചേർന്ന് കിടക്കുന്ന കൊമ്പിലുമെല്ലാം കളർ ചെയ്തെടുക്കാം. കൂടെ അതിലേക്ക് കുറച്ച് യെല്ലോ മിക്സ് ചെയ്ത് അതൊരു ലീഫിൻ്റെ ഒരു കളർ തോന്നിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. യെല്ലോ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണാൻ ഒരു ഭംഗിയാണ്. ഇങ്ങനെ എല്ലാ ചിത്രത്തിലും ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം ഇനി നമുക്ക് സ്ട്രോബെറിയാണ് കളർ ചെയ്യുന്നത്. അതിന് ആദ്യം തന്നെ ഞാൻ ഓറഞ്ച് കളറാണ് ഷെയ്ഡ് ചെയ്തെടുത്തത്. അതിനുശേഷം ഡാർക്ക് റെഡ് ഉപയോഗിച്ച് അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അരികു വശം ചേർന്ന് ആദ്യം ഡാർക്ക് ചെയ്തിട്ട് പിന്നെ അതിനെ ലൈറ്റിലോട്ട് കൊണ്ടുവരണം. ഇതുപോലെ ലൈറ്റ് ഷെയ്ഡാക്കി കൊണ്ടുവന്ന് അവിടെ എത്തുമ്പോഴാണ് കേട്ടോ നമ്മൾ റെഡിലേക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈറ്റ് ഷെയ്ഡായി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു 3D പിക്ചറായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി ബാക്കി വരുന്ന സ്ട്രോബെറിയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കളർ ചെയ്തെടുക്കാം. ഇനി ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് യെല്ലോയും കൊടുക്കാം കേട്ടോ. ആദ്യ കോട്ടിങ് യെല്ലോയും അതിനുശേഷം ഡാർക്ക് റെഡും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം ഡ്രോയിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ കാലമായി, 10-14 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ഇതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മിസ്റ്റേക്കുകളും ഈ ചിത്രത്തിൽ കാണാം. ഈ
പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഇതിന് മുകളിലൂടെ യെല്ലോ കളറിൽ ഒരു ഡോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളർ കൊണ്ട് വീണ്ടും ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കാം. പിക്ചർ മുഴുവനായിട്ടും ഇതുപോലെ ഡാർക്ക് പേന ഉപയോഗിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഏത് കളറാണ് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമെന്നുള്ളതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഓക്കേ.